താങ്ക് ഗോഡ്, സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ആഗ്രഹിച്ചത്, അതെ, ഒത്തിരി പ്രതീക്ഷിച്ചത്, അത് കിട്ടിയിട്ടില്ല. എന്നാൽ കിട്ടിയത് കൊണ്ടോ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കുവാൻ കഴിയുന്നുമില്ല. ഈ അവസ്ഥയെ നമുക്ക് സിമ്പിളായി ഞെരുക്കമെന്ന് പറയാം. ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുക. ലോക മനുഷ്യന് ഈ അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരുവാൻ കഴിയും. അതെ, നിങ്ങളായിരിക്കുന്ന ആ ഞെരുക്കം ലോക മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയൊരു കുറവാണ്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു നരക ജീവിതമാണ്. ഒത്തിരി ആവശ്യങ്ങൾ മുൻപിലുണ്ട്, എന്നാൽ കയ്യിൽ കിട്ടുന്നതോ തുച്ഛമായത്. അത് വെച്ച് ഫീസ് അടച്ചാൽ വാടക കൊടുക്കാൻ പറ്റത്തില്ല, വാടക കൊടുത്താൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റത്തില്ല, കറണ്ട് ബില്ലടച്ച് വാട്ടർ ബില്ല് അടച്ചാൽ ലോൺ അടയ്ക്കുവാൻ കഴിയത്തില്ല. വല്ലാത്തൊരവസ്ഥ അല്ലേ? ഒരുപാട് മുഖങ്ങൾ ആ അല്പം കാണുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരും. ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണം. അവരെല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്നത് ഈ അല്പത്തിലേക്കാണ്. ഞെരുക്കം അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പുറമേ നിന്നുള്ളവർ പറയും, ഓ, അല്പം ഞെരുങ്ങിയാൽ എന്താ, ഉണ്ടല്ലോ കയ്യിലുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. പറ്റത്തില്ല. പുറത്ത് നിൽക്കുന്നവർക്ക് പറയാം, പക്ഷേ ആ അല്പവുമായിട്ട് നിൽക്കുന്നവന് പറ്റത്തില്ല. അത് വല്ലാത്തൊരു നരക ജീവിതം തന്നെയാണ്. ഇനി അത് നരക ജീവിതമായി മാറുവാനുള്ള മറ്റൊരു കാരണം കൂടെയുണ്ട്. ഞെരുക്കത്തിലൂടെ പോകുന്നവന് മാത്രം തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു കാര്യം, ഇത് ഏത് നിമിഷവും തീരും. ആമേൻ. ഈ അല്പവും ഒരുപാട് കാലമൊന്നും കൂടെ കാണത്തില്ല. ആ ഒരു തിരിച്ചറിവ് അല്ലേ സഹോദര? ആ ജോലി സ്ഥലത്ത് നീ പ്രതീക്ഷിച്ച് കടന്നുപോയത് നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെ പൂർത്തീകരണം വരുത്തുവാൻ കഴിയുന്ന, നിന്റെ വീട്ടുകാർക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ വേണ്ടത് കൊടുക്കുവാൻ കഴിയുന്ന ഒത്തിരി കിട്ടും. ഓ, ഇതോടെ എൻ്റെ ജീവിതം മാറും, ലൈഫ് സെറ്റിലാകും. അങ്ങനെയല്ലേ ആ ജോലിയിലേക്ക് പ്രവേശിച്ചത്, അല്ലേ കുഞ്ഞെ? സഹോദരി, നിന്റെ ഭർത്താവ് ആ ജോലിക്കായി കടന്നുപോയത്, സഹോദരി നീ കടന്നുപോയത് ഏജന്റ് പറഞ്ഞ വാക്കുകൾ കേട്ട് ഇത്രയും കിട്ടും, അയ്യോ അത് ഇന്ത്യൻ രൂപയിൽ വരുമ്പോൾ ഇത്രയായി മാറും. എന്നിട്ട് അവിടെ ആ രാജ്യത്ത് നിനക്ക് വാടക കൊടുത്ത് നേരെ താമസിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ പറയുമ്പോൾ അതൊരു വലിയ സംഖ്യ, പക്ഷെ അവിടെ അല്ലേ പുറമേ പറയുമ്പോൾ ഒരു റൗണ്ടഡ് ഫിഗറായിട്ട് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യ. പക്ഷേ നിൻ്റെ മുൻപിലുള്ള ആവശ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതൊന്നുമല്ല, ഒന്നിനും തികയുന്നില്ല. വല്ലാത്തൊരു ടെൻഷൻ, അതിലുപരിയായി ആ ടെൻഷനെ വല്ലാത്ത ഭയപ്പാടാക്കി മാറ്റുന്ന ഒരു അനുഭവം. ഇതെത്ര നാൾ ഇങ്ങനെ തുടരും? എത്ര നാൾ ഈ കിട്ടുന്നത് കൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയും? അല്ലെങ്കിൽ എത്ര നാൾ ഇത് കിട്ടും? ജോലി സ്ഥലത്ത് ഭയങ്കര പ്രശ്നമാണ്. വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും മുൻപോട്ട് പോകുന്നില്ല. ഒരു ഉറപ്പില്ല, അല്ലേ? ആ തൊഴിലിടത്തിൽ ഒരു ഉറപ്പില്ല. എത്ര നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയും? ഒരു ഉറപ്പില്ല. ആ ഇല്ലായ്മയുടെ അനുഭവമാണ്. ഒരു വിശാലത പ്രതീക്ഷിച്ച പുതിയൊരു ഭവനത്തിലേക്ക് വന്ന് കയറിയത് ആണേ സഹോദരി. എൻ്റെ വീട്ടിലെ ഞെരുക്കവും ഇല്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ ചെന്ന് കയറുന്ന ഭവനത്തിൽ അതിനൊക്കെ ഒരു അറുതി വരും. അവിടെ ഒരു വിശാലത ഉണ്ടാകും, സന്തോഷമായി എനിക്ക് ജീവിക്കുവാൻ കഴിയും. പക്ഷേ ഇവിടെ അതിനേക്കാളും ഞെരുക്കമാണ് ആണേ. അതൊരു വല്ലാത്ത സങ്കടമാണ്. ഇനി പ്രതീക്ഷ മറ്റൊന്നിലുമില്ല, അല്ലേ? പണ്ടൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെന്ന് കയറുന്ന വീട്ടിനകത്ത് ഒരു സന്തോഷത്തിൻ്റെ വിശാലത ഉണ്ടാകും, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ എനിക്ക് നേടിയെടുക്കുവാൻ കഴിയും, എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകും. അപ്പനും അമ്മയും ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തില്ല, തന്നില്ല എന്ന് സങ്കടപ്പെടണ്ട. അവർ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി സ്വരുക്കൂട്ടിയത് കൊണ്ട് പലതും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തവണ്ണം പലതും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇന്ന് അവരോട് ഭയങ്കര ദേഷ്യമാണ്. അന്നൊക്കെ ചിന്തിച്ചു, ശരിയാ, എൻ്റെ അപ്പനും അമ്മയും കഷ്ടപ്പെടുന്നതല്ലേ, എൻ്റെ ഭാവിക്ക് വേണ്ടിയല്ലേ, ശരിയാ, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഭാവിക്ക് വേണ്ടി, എൻ്റെ നല്ല കാലത്തിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. പക്ഷെ ഇന്ന് ദേഷ്യം. അന്നെങ്കിലും അവരെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതെങ്കിലും ഓർമ്മിച്ച് കഴിയാമായിരുന്നു. വല്ലാത്ത ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. പേടിയുണ്ട്, ഇതിങ്ങനെ എത്ര നാൾ മുമ്പോട്ട് പോകും, അല്ലേ? ഒന്ന്, നമ്മൾ തൃപ്തരല്ല. രണ്ട്, നമ്മൾ തൃപ്തരല്ലാത്തത് കൊണ്ട് തന്നെ സഹോദരി ചില പൊട്ടലും ചീറ്റലും ഒക്കെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. വണ്ടി അധികം ഓടത്തില്ല സഹോദര. ഭയങ്കര സ്നേഹമാണ്, പക്ഷേ ഈ ഞെരുക്കത്തിൽ അധിക കാലമൊന്നും അവൾ കൂടെ നിൽക്കത്തില്ല. ഉള്ളിനകത്തൊരു വിങ്ങലോടെ വരുന്ന ചിന്തയാണ്. അവൾ ജനിച്ചു വളർന്ന സാഹചര്യം, അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയെന്നോ? നഷ്ടപ്പെട്ടു പോയി ഒത്തിരി പേർ കേൾക്കുന്നുണ്ട്. ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ആവശ്യമുള്ളതും ചെയ്തു കൊടുക്കുവാനും ചെയ്തു പൂർത്തീകരിക്കുവാനും കഴിയാത്ത അവസ്ഥയിൽ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട പലരും നഷ്ടപ്പെട്ടു പോയവർ, അതൊരു വേദനയാണ്.
പുറത്താർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു വേദന. അല്ലേ മാതാവേ, ഈ ജോലിക്ക് വേണ്ടിയാണോ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്? അവൻ രാവുകളെ പകലാക്കി പഠിച്ചത്? ഞങ്ങളുടെ സന്തോഷമെല്ലാം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത്? ചിരി വരികയല്ലേ അവന് കിട്ടുന്ന ശമ്പളം കേൾക്കുമ്പോൾ? ആ രാജ്യത്ത് പോയിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട ആ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ, ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടും അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? ആഗ്രഹിച്ചതുപോലെ അവനൊന്നും ആകുവാൻ കഴിയാത്ത അവസ്ഥ. അതെ, എന്തെങ്കിലും ആകണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ളത് വേണം. നിങ്ങൾ തുടങ്ങിയത് അതിന് തക്കവണ്ണമുള്ളത് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളിടത്ത് തന്നെയാണ്, ആ രാജ്യത്ത് തന്നെയാണ് എത്തിയത്, അങ്ങനെയുള്ള തൊഴിൽ തന്നെയാണ് കിട്ടിയത്, അങ്ങനെയുള്ള കോഴ്സ് തന്നെയാണ് പഠിച്ചത്. പക്ഷേ ഞെരുക്കമാ, ഇപ്പോൾ പേടിയാ. എത്ര നാൾ ഈ കുഞ്ഞവിടെ പിടിച്ചു നിൽക്കും? അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് കളിയാക്കുന്ന പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ? ഞെരുക്കം എപ്പോഴും അങ്ങനെയാ. ഒന്ന്, അതൊരു നരകതുല്യമായ അവസ്ഥ. രണ്ട്, ഒരു ഭയപ്പാട്. ഏത് നിമിഷവും ഈ വഴിയും അടഞ്ഞു പോകും. ഈശ്വർ ഫാമിലിയിലേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ച ഒരു സഹോദരിയെ പോലെ. ആ സഹോദരി തേടി നിങ്ങൾ പോകേണ്ട, അവൾ നീയാണ്. സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, അതേ, അവൾ നിങ്ങൾ തന്നെയാണ്. ആ വേദന, ആ നിരാശ, ആ സങ്കടം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനത് തിരിച്ചറിയുന്നുണ്ട്. ആ സഹോദരി വളരെ വേദനയോടെ പറഞ്ഞു, ദേവദാസനെ, 4 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് എൻ്റെ വിവാഹം നടന്നത്. വിവാഹത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഭർത്താവായിരിക്കുമല്ലോ. ആ സഹോദരി പറഞ്ഞു, ഭർത്താവിനെ കുറിച്ചല്ല ദേവദാസനെ, എനിക്ക് ആ സഹോദരനായിരിക്കുന്ന എൻ്റെ ഭർത്താവായിരിക്കുന്ന രാജ്യത്ത് ഒരു ജോലി കിട്ടും. ഒരു ഗൾഫ് രാജ്യത്തിലാണ് ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ഭർത്താവിന് ഒരുമിച്ച് ആ രാജ്യത്ത് ജോലി ചെയ്യുവാൻ കഴിയും. പഠിക്കുന്ന എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ആ സഹോദരിക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞു. ആ സഹോദരൻ കുറേയേറെ സ്ഥാപനങ്ങളിൽ ട്രൈ ചെയ്തു ഈ സഹോദരിക്കൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി. പക്ഷേ ദൗർഭാഗ്യവശാൽ ജോലി കിട്ടിയില്ല. ജോലി കിട്ടാത്തത് കൊണ്ട് തന്നെ ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, ദേവദാസനെ, വിവാഹം നിശ്ചയിച്ച് വിവാഹം നടക്കുവാൻ ഏകദേശം 1.5 വർഷമെടുത്തു. ആ 1.5 വർഷവും ഞാൻ കണ്ട സ്വപ്നം, ഞാൻ വിദേശത്തെ വലിയ കമ്പനിയിൽ നിന്ന് കൈ നിറയെ ശമ്പളം വാങ്ങുന്നു, എന്നെ പഠിപ്പിച്ച്, എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച എൻ്റെ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ അനിയത്തി ഇപ്പോഴും പഠിക്കുകയാണ്, അവളെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് പണികളൊക്കെ ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യുവാനുള്ളതാണ്. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസ മുഖാന്തരം അവർക്കത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതൊക്കെ ചെയ്തു കൊടുക്കണം. എൻ്റെ ഭർത്താവിന് വേണ്ടി പലതും ചെയ്യണം, എൻ്റെ മക്കൾക്ക് വേണ്ടി പലതും, പോളിസീസിൻ്റെ പ്ലാൻ വരെ അത് ചർച്ച ചെയ്ത് വെച്ചിട്ട് ആ സഹോദരി 1.5 വർഷം ജീവിതം മുൻപോട്ട് കൊണ്ടുപോയത്. ആ 1.5 വർഷത്തെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. ഒരു ചെറിയ തുക തൻ്റെ ഭർത്താവിൽ നിന്ന് തൻ്റെ അക്കൗണ്ടിലേക്ക് അല്ല, തൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് വരും. അമ്മ അത് ഈ മരുമകളുടെ കയ്യിലേക്ക് കൊടുക്കും, ഒരു 100 കണക്കുകളുടെ പിന്നാലെ, ഒപ്പം ശക്തമായ താക്കീതുകളും. സൂക്ഷിച്ച് ചിലവഴിക്കണം, സൂക്ഷിച്ച്. ഇന്ന കാര്യം മാസാവസാനാവുന്ന മുമ്പേ ചോദ്യം ചെയ്യലുണ്ടാകും. ഇത്രയും തന്നില്ലേ? ഒരു ചെറിയ തുകയാണ് കൊടുക്കുന്നേ. അതിൻ്റെ 90% ആ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ചിലവഴിക്കണം. വല്ലാത്ത അവസ്ഥ. കുറേ ആയപ്പോൾ ആ സഹോദരി വല്ലാത്ത വേദനയോടെ പറഞ്ഞൊരു കാര്യം, ദേവദാസനെ, എൻ്റെ ഭർത്താവ് പറയുക, ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല, നീ അമ്മയുടെയും പപ്പയുടെയും കാര്യമൊക്കെ നോക്കി അവിടെ നിൽക്ക്. അത് നല്ലതാ, അപ്പൻ്റെയും അമ്മയുടെ കാര്യം നോക്കി നിൽക്കുന്നത് നല്ലതാ. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ലോകം അത് കാണത്തില്ല, മറ്റ് ചിലതും നല്ലതെന്ന് പറഞ്ഞ് തളച്ചിടും. എന്നാൽ കേൾക്കണമേ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നു. കാരണം വചനം പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാനുണ്ട്. അർത്ഥം, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ, അതേ, അവൻ്റെ നാമത്തിന് മുൻപിലായിരിക്കുന്നു. നമുക്ക് മധ്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. അത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച ഏതെങ്കിലും നിങ്ങൾക്കൊന്നിനും പ്രയോജനം
പ്രയോജനമില്ലാത്ത, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന എന്തിനെങ്കിലും നോക്കി യേശു അത് നല്ലതെന്ന് പറയത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ നല്ലത് അവൻ ചെയ്യും. ഓ താങ്ക് ഗോഡ്. സഹോദര, സഹോദരിയെ, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആ നല്ലത് എൻ്റെ കർത്താവ് ചെയ്യും. അതെ, അവൻ നല്ലത് ചെയ്യുന്നവനാണ്. നിങ്ങളുടെ നല്ലത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള നല്ലത്, ലോകം പറയുന്ന നല്ലതല്ല. അതവിടെ നിൽക്കട്ടെ. ആ സഹോദരിക്ക് സങ്കടമാകത്തില്ലേ? നിങ്ങളും ആ സങ്കടം അനുഭവിക്കുന്നുണ്ടല്ലോ. അതേക്കാളുപരിയായി 4 വർഷങ്ങളിലേക്ക് എത്തുമ്പോൾ ആ സഹോദരി തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. ദേവദാസനെ, ഇത് അളവ് കുറഞ്ഞു വരിക, ഇതധികം മുമ്പോട്ട് പോകത്തില്ല. ഭർത്താവ് അയക്കുന്നതൊക്കെ ഒരേ അളവിൽ തന്നെയാണ്, പക്ഷെ എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത് കുറഞ്ഞു വരിക. പെട്ടെന്ന് ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിലേക്ക് എത്തി. തോട് പറ്റും. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദേശത്ത് മഴ പെയ്യായകയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അതേ, വറ്റിപ്പോകും, മഴയില്ല. സാഹചര്യവും സന്ദർഭവും എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. പ്രത്യേകിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർക്ക്. ഗിലെയാദിലെ തിശ്ബയിൽ നിന്ന് കടന്നു വരുന്ന തിശ്ബിയനായ ഏലിയാവ് 17:1 പ്രവാചകനാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കെരീത്ത് എന്ന് പറയുന്ന തോട്ടിൻ്റെ കരയിൽ ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തവും പ്രതീക്ഷിച്ച് ആയിരിക്കുകയാണ്. വാഗ്ദത്തം എന്താണ്? ദേശത്തിലെ ക്ഷാമത്തെ നീ ഭയപ്പെടേണ്ട, നീ ധൈര്യമായിരിക്ക്, കുടിക്കാൻ തോട്ടിൽ വെള്ളമുണ്ടാകും, ആഹാരത്തിന് കാക്കയെ ഞാൻ അയക്കും. കാക്കയെ പിടിച്ച് തിന്നാനല്ല, കാക്ക അപ്പവും ഇറച്ചിയുമായിട്ട് വരും. കർത്താവിൻ്റെ വാക്കാണ്. ആ സഹോദരി കർത്താവിൻ്റെ വാക്ക് കേട്ട് ദൈവാലോചന പ്രകാരം ഇറങ്ങി തിരിച്ചതാ സഹോദര, അല്ലേ? കടം വാങ്ങിപ്പോയത് ദൈവാലോചന കേട്ടിട്ടല്ലേ? എത്ര വർഷത്തിന് മുമ്പുള്ള പ്രവചനമാണ്, അതിൻ്റെ നിവർത്തിയായിരുന്നു നീ പോയെ, അല്ലേ സഹോദരി? മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ ആ കോഴ്സിന് പഠിപ്പിച്ചേ, പ്രവചന നിവർത്തിയ. ദൈവത്തിൻ്റെ ശബ്ദം അത് ഏതെങ്കിലും ഉടായിപ്പന്മാർ പറഞ്ഞതല്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ്. വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചതാണ്, ദർശനങ്ങളിലൂടെ അതിന് ഉറപ്പ് തന്നതാണ്. അപ്പോൾ അത് തെറ്റാൻ വഴിയില്ല. പക്ഷേ ഇപ്പം മൊത്തത്തിൽ പോയി, തോട് പറ്റി. ഏലിയാവ് വേണ്ടേ ഇങ്ങനെ വരിയിട്ടിപ്പം പണി പാളിയല്ലോ. വളരെ പ്രതീക്ഷയോടെ തോട്ടക്കരയിലോട്ട് പെയ്യതാ. കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ടാ പെയ്യും. പക്ഷെ തോട് പറ്റുന്നു. വല്ലാത്തൊരവസ്ഥ. സഹോദരിയോട് ഞാൻ പറഞ്ഞു, സഹോദരി, നീ ഭയപ്പെടുന്ന, ഇല്ലാതായിത്തീരുന്ന ഒരവസ്ഥ, അതങ്ങനെ സംഭവിക്കാം. അതെ, അതങ്ങനെ സംഭവിക്കാം. തോട് പറ്റിയല്ലോ, കാക്കയുടെ വരവ് നിലച്ചുവല്ലോ. അർത്ഥം എല്ലാം തീർന്നു എന്നല്ല. അവിടം കൊണ്ട് ബൈബിൾ ഏലിയാവിൻ്റെ ചരിത്രം എഴുതി അവസാനിപ്പിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നിന്റെ ചരിത്രവും, അതെ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ചരിത്രവും അങ്ങനെ ആർക്കും എഴുതി അവസാനിപ്പിക്കുവാൻ കഴിയത്തേ ഇല്ല. ലോകം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, പിശാച് ആഗ്രഹിക്കുന്നുണ്ട്. ഇതോടെ നീ തീരണം, ഇതോടെ നിന്റെ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങി പോകണം, ഇതോടെ നിന്നിൽ നിന്ന് പുറത്തു വരുമെന്ന് നിന്നെ ഇഷ്ടപ്പെടുന്നവർ, നിന്നിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നവർ ആഗ്രഹിക്കുന്നതൊക്കെ ഇല്ലാതായിത്തീരണം. പലരുടെയും സ്വപ്നങ്ങളുടെ കടയ്ക്കൽ കത്തി വയ്ക്കുന്ന മൊമെൻ്റായിരിക്കണം ഇത്. പലരും ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ പിശാച് ചിന്തിച്ചു കാണാം, തോട് പറ്റിയപ്പോൾ പിശാച് കൈയടിച്ച് ചിരിച്ചു കാണാം. ഓ, ഏലിയാവ് തീർന്നു, ഏലിയാവ് തീർന്നു. കേൾക്ക്, ഏലിയാവിനെ തോട്ടിലേക്ക് അയച്ച ദൈവം ഏലിയാവിൻ്റെ തോട് പറ്റുന്നതിനും കെരീത്ത് പറ്റുന്നതിനു മുമ്പേ ദൈവത്തിൻ്റെ നഗരത്തിലെ തോടൊന്നും പറ്റിപ്പോയിട്ടില്ല. ദൈവം പട്ടിണി കിടന്ന് മരിച്ചു പോയിട്ടുമില്ല. സ്തോത്രം. കൈകൊട്ടിച്ചിരിക്കുന്ന പിശാചിനെ കണ്ട് വരുവാനുള്ള ദുരന്തകാലങ്ങളെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നതിന് മുമ്പ് തിരിച്ചറിയുക, നിന്നെ അയച്ച ദൈവം, നിന്നെ വിളിച്ച ദൈവം, അവൻ നിനക്കൊപ്പം ഉണ്ട്. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തോട് പറ്റിയതുകൊണ്ട് ദൈവം ഓടി രക്ഷപ്പെട്ടില്ല. കാക്കയുടെ വരവ് നിലച്ചതുകൊണ്ട് ദൈവം കാട്ടിൽ പതുങ്ങിയില്ല. ദൈവം ഏലിയാവിനോട് സംസാരിക്കുക, ഏലിയാവേ അവിടെ നിന്ന് എഴുന്നേൽക്ക്. ഓ സ്തോത്രം. ചിരിച്ചു കൊണ്ടുനിന്ന പിശാച് അന്തം വിട്ട് നോക്കി കാണും. എന്താ പരിപാടി, ദൈവം എന്താ ചെയ്യുവാൻ പോകുന്നത്? ഞാൻ സഹോദരിയോട് പറഞ്ഞു, സഹോദരി നോക്കി, അതേ 17-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്,
ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയും ഇല്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവ അരുളി ചെയ്യുന്നു. ഒന്ന്, ഒരു വിശാലതയുടെ അനുഭവം. അതെ, അതുവരെ എന്താ ഞെരുക്കമാ, ഒന്നിനും തികയാത്ത. കാക്ക കൊണ്ടുവന്നാൽ എത്ര കൊണ്ടുവരും? തോട്ടിൽ നിന്ന് വെള്ളം എത്ര കുടിക്കാൻ പറ്റും? പച്ചവെള്ളം കുടിച്ച് എത്ര നാൾ അങ്ങനെ ആ റൂമിനകത്ത് കിടക്കുക? നീ വെറും പച്ചവെള്ളം മാത്രം കുടിച്ച്. സ്തോത്രം. ആ ഇല്ലായ്മയ്ക്ക്, ആ ദാരിദ്ര്യത്തിന് കർത്താവ് അറുതി വരുത്തുക. ഓ താങ്ക് ഗോഡ്. മക്കൾക്ക് പോലും വേണ്ടത് കൊടുക്കുവാൻ കഴിയാതെ വല്ലാതെ ഞെരുങ്ങി ഭാരപ്പെട്ടായിരിക്കുന്ന മാതാവേ, നിന്റെ ആ ഇല്ലായ്മയ്ക്ക്, ആ അടുക്കളയിലെ ദാരിദ്ര്യത്തിന്, ശൂന്യതയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുക. യേശുവിൻ നാമത്തിൽ നിന്റെ ആവശ്യത്തിന്, നിന്റെ മക്കളുടെ വിശപ്പ് തീരും വരെ എടുത്തു കൊടുക്കുവാൻ തക്കവണ്ണമുള്ളത്. ഓ താങ്ക് ഗോഡ്. സ്തോത്രം. അടുക്കളയെ നോക്കി ഞാൻ പ്രവചിക്കുക. യെസ്, ആ ശൂന്യത മാറുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര, ആ റൂമിനകത്ത് ആ ശൂന്യത മാറുക. സ്തോത്രം. നീ കടന്നുപോയി ഒന്നുമില്ലാത്തവനായി, സ്തോത്രം, വെറും വെള്ളം കുടിച്ച് കഴിയേണ്ടി വരുന്ന ആ ശൂന്യത, ആ റൂമിനകത്തെ ശൂന്യതയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുക. ആമേൻ. മാവ് തീരാത്തൊരു കാലം. ഓ സ്തോത്രം. എണ്ണ പറ്റാത്തൊരു തുരുത്തി. ഒന്ന്, ഒരു വിശാലത. ഒപ്പം ആ ഞെരുക്കത്തെ, നരകതുല്യമായ ജീവിതം സമ്മാനിച്ച ഞെരുക്കത്തെ വലിയൊരു ഭയത്തിലാക്കിയൊരു വിഷയമുണ്ട്. എന്താ? ഇത് ഏത് നിമിഷവും തീർന്നു പോകും. ആമേൻ. ഇത് അധികകാലമൊന്നും മുമ്പോട്ട് പോകത്തില്ല. കാരണം ആ ഞെരുക്കത്തിൽ നമുക്ക് അധികകാലം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. സഹോദരി പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ അധികം ഒന്നും പോകത്തില്ല ദേവദാസനെ. ഇത് ബാക്കി നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ വചനം പറയുന്നു, 14 നോക്കിയേ, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ. ഓ താങ്ക് ഗോഡ്. അടുത്ത ആഴ്ച, അടുത്ത മാസം ഈ ഭൂമിയിൽ മഴ ഉള്ള നാൾ വരെ നിന്റെ വിശാലത തീർന്നു പോകത്തില്ല. ദൂത. സ്തോത്രം. നീ മാറ്റപ്പെട്ടേക്കാം, നിന്റെ പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്നത്, ഓ താങ്ക് ഗോഡ്, അത് അടഞ്ഞു പോകത്തില്ല. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഇന്ന് ആ സഹോദരി ഭർത്താവിനൊപ്പം ഗൾഫിലല്ല, ഭർത്താവ് ആ സഹോദരിക്കൊപ്പം മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലായിരിക്കുന്നു. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാവിനൊന്നും ഒരു കുറവുമില്ല. ആമേൻ. എണ്ണ വറ്റുന്നുമില്ല. ഓ സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി പിന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാ. പ്രതീക്ഷയോടെ നീ നോക്കുന്ന ചില രാജ്യങ്ങളുടെ വാതിലുകൾ, സ്തോത്രം, നിന്നെ അത് വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളുടെ പേര്, അവിടെ നിനക്ക് ലഭ്യമാകുന്ന, സ്തോത്രം, സാലറി. പക്ഷേ നീ വല്ലാത്ത ടെൻഷനില്ല. അയ്യോ, എൻ്റെ വിദ്യാഭ്യാസം വെച്ച്, എൻ്റെ ഭാഷ വെച്ച്, എൻ്റെ ലോക പരിചയം വെച്ച്, അയ്യോ ഞാൻ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലാത്ത നിന്നെ ആ രാജ്യത്ത് കൊണ്ടുപോയി കൈ നിറയെ എൻ്റെ കർത്താവ് തരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഞെരുക്കത്തിൻ്റെ അവസ്ഥ മാറുക. സഹോദര, സഹോദരി, ആ തൊഴിലിടത്തിൽ നീ അനുഭവിക്കുന്ന ആ ഞെരുക്കം, ആ ഇല്ലായ്മ അധികം മുൻപോട്ട് പോകത്തില്ല. ഇനി എത്ര നാൾ ഇതിൽ ഇങ്ങനെ തുടരുവാൻ കഴിയുമെന്ന് നീ ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന ആ ഞെരുക്കത്തിന്, ആ ഇല്ലായ്മയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സഹോദര കേൾക്ക്. ആമേൻ. നിന്നോടാ ആ ഞെരുക്കം മാറുക. സ്തോത്രം. വെറും വെള്ളം കുടിച്ച്, വീട്ടുകാരോട് പറയാതെ, സുഹൃത്തുക്കളോട് അറിയിക്കാതെ നീ ഞെരുങ്ങി കഴിയുന്ന ആ അവസ്ഥയ്ക്ക് അറുതി വരിക. ഓ സ്തോത്രം. ഒന്നിനും തികയാതെ കിട്ടുന്ന ശമ്പളത്തിനൊപ്പം കടവും വാങ്ങി നാട്ടിലേക്ക് അയച്ച് ആഹാരത്തിന് പോലും മാറ്റിവെക്കുവാൻ കഴിയാതെ നീ ആയിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുക. തീരാത്ത ചിലത് നിന്റെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം തീരാത്ത ചിലത് ആ തൊഴിൽ മേഖലയിൽ നിന്ന്, അവിധത്തിലുള്ള തൊഴിൽ നിന്റെ ജീവിതത്തിൽ നൽകി എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സഹോദരി, നീ കേട്ടത്, നിന്നോട് പറഞ്ഞത് വലിയൊരു എമൗണ്ടാണ്. പക്ഷെ നീ പോയ സ്ഥാനത്ത് നിനക്ക് കിട്ടുന്നത് ചെറിയൊരു എമൗണ്ടാ. നീ വലിയത് കേട്ടത് കൊണ്ട് തന്നെ വലിയ സ്വപ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചു, വലിയ ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചു. കിട്ടുന്ന ചെറിയത് കൊണ്ട് വലിയ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. എന്തിന്? കിട്ടുന്ന ചെറിയത് കൊണ്ട് വലിയ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. ഭാരപ്പെട്ടായിരിക്കുക. ഇനി എങ്ങനെ തിരിച്ച് നാട്ടിൽ പോകുമെന്ന് ചിന്തിച്ച് നീ അതേ ഭാരപ്പെട്ടായിരിക്കുക. നിന്റെ ഭാരത്തിന് അറുതി വരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. നിന്റെ ആവശ്യത്തിന്, വലിയ ആവശ്യങ്ങൾക്ക്
അവസ്ഥകൾക്ക് അറുതി വരുത്തുവാൻ തക്കവണ്ണം വലിയത് എൻ്റെ കർത്താവ്, നീ പ്രതീക്ഷിച്ചതിലും വലിയത് എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ നൽകി. സ്തോത്രം. ആ വിശാലതയിലേക്ക് നിന്നെ കരം പിടിച്ച് നടത്തുക. പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഒരു മാറ്റത്തിൻ്റെ അനുഭവം. സ്തോത്രം. ഒരു മാറ്റത്തിൻ്റെ അനുഭവത്തിലൂടെ നിന്റെ ജീവിതത്തിൽ സമഗ്രമായൊരു മാറ്റം എൻ്റെ കർത്താവ് ഒരുക്കിയ സഹോദരി. ആ ആ ആ അളവ് വയ്ക്കുന്ന കിട്ടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിച്ച് വലിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് അവസാനം ഭ്രാന്ത് പിടിക്കുന്ന ആ അവസ്ഥയ്ക്ക് കർത്താവ് അറുതി വരുത്തുക. നീ സ്വപ്നം കണ്ട, നീ ആഗ്രഹിച്ച ആ വിശാലതയുടെ, സന്തോഷത്തിൻ്റെ വിശാലത വെളിപ്പെടുന്ന ആ ലോകം നിനക്ക് മുമ്പിൽ എൻ്റെ കർത്താവ് തുറന്നു തരിക. നിന്റെ ഫാമിലി ലൈഫിൽ എൻ്റെ കർത്താവ് അത് തുറന്നു തരിക. നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണമുള്ളത് ഞെരുക്കമിട്ട പന്ന പിശാച്. ഓ സ്തോത്രം, സ്തോത്രം. നീ ഒടുങ്ങിപ്പോകുമെന്ന് കാത്തിരിക്കുന്ന, കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചോ, നീ ഒടുങ്ങിപ്പോകുമെന്ന് കാത്തിരിക്കുന്ന ആ പന്ന പിശാച് ലജ്ജിച്ച് തലകുനിക്കും വിധത്തിൽ എൻ്റെ കർത്താവ്. ഓ ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. ഒരു വിശാലതയുടെ അനുഭവം. നിന്റെ ജീവിതം മാറുവാൻ ഒത്തിരി കരഞ്ഞു അല്ലേ സഹോദരി? പ്രിയ മാതാവേ, നിന്റെ മകളെക്കുറിച്ചാണ്. അവളെക്കുറിച്ച് ഓർത്ത് കരയാത്ത രാത്രികളില്ല. അവൾ ചെന്ന് കയറിയ ഭവനവും അവൾക്ക് നരകതുല്യമാണല്ലോ. സന്തോഷം അനുഭവിക്കുവാൻ അവൾക്ക് കഴിയുന്നില്ലല്ലോ. അവളുടെ ഓരോ ഫോൺ കോളുകൾക്ക് പിന്നിലും മുറിയുന്ന വാക്കുകൾ, പുറത്തു വരുന്ന ഗദ്ഗതങ്ങൾ. നീ ഒരു സ്ത്രീയല്ലേ, നിനക്കത് പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയും. എൻ്റെ മകൾ അവിടെ ഞെരുങ്ങുകയാണ്, എൻ്റെ മകൾ അവിടെ ഞരങ്ങുകയാണ്, അവൾ ഭയപ്പെടുകയാണ്. ആ ഭയപ്പാടിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. മഴയുള്ള നാൾ വരെ, ഓ താങ്ക് ഗോഡ്, ഈ ലോകം ഉള്ള നാൾ വരേക്കുമുള്ള ദൈവപ്രവൃത്തി എൻ്റെ കർത്താവ് നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. മകളെ, നിൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് അത് ചെയ്യുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് ആ വിശാലത, ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് സഹോദരാ സ്തോത്രം. ചിലത് ഇല്ലാത്തത് കൊണ്ട്, ഞെരുക്കത്തിലൂടെ നീ കടന്നു പോകുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം, പേടിയാണ്. നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണമുള്ള വിശാലത എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ നൽകി. നിന്റെ മാനിക്കും. മാതാവേ, പിതാവേ, അവിടെ കടന്നുപോയിട്ടും ഒന്നും ആകുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നു. ആ രാജ്യത്തിലെ നന്മ നീ കൈനീട്ടി വാങ്ങിക്കും. യേശുവിൻ നാമത്തിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. വിശാലതയുടെ വഴികൾ. പാർട്ട് ടൈം ജോബ് അല്പമേ ഉള്ളൂ. അയ്യോ, ഇത് വെച്ച് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, ലൈസൻസ് കിട്ടിയിട്ടില്ല, നല്ല റൂം കിട്ടിയിട്ടില്ല. ഓ സ്തോത്രം. വല്ലാതെ ഭാരപ്പെടുക. കർത്താവ് പ്രവർത്തിക്കുക. ആ ഞെരുക്കത്തിൻ്റെ അനുഭവം. വയ്യ അമ്മ, ഇനി പിടിച്ചു നിൽക്കുവാൻ വയ്യ എന്ന് കരയുന്ന കുഞ്ഞിനോട് എന്ത് പറയണമെന്നറിയാതെ അവന് വേണ്ടി വരുത്തി വെച്ച ബാധ്യതയുടെ മുമ്പിൽ കണ്ണുനീരോടെ ആയിരിക്കുന്ന നിന്നോട് തന്നെ യേശുവിൻ നാമത്തിൽ ആ ബാധ്യതകൾ തീർക്കുവാൻ, നിന്റെ സന്തോഷം, നിന്റെ തലമുറകളുടെ സന്തോഷം വർദ്ധിപ്പിക്കുവാനുള്ളത് കൈനീട്ടി നീ വാങ്ങുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ കരങ്ങളെ നസ്രനായ യേശുവിൻ നാമത്തിൽ ഞാനിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഓ സ്തോത്രം. മക്കളുടെ നന്മ നിങ്ങളുടെ കരങ്ങളിലേക്ക് വരിക. ഓ താങ്ക് ഗോഡ്. ആ ഞെരുക്കത്തിൻ്റെ അവസ്ഥകൾക്ക് അറുതി വരുവാൻ പോകുക. മാർക്ക് കുറവിൻ്റെ അവസ്ഥയ്ക്ക് അറുതി വരുവാൻ പോകുക. പരീക്ഷകൾക്ക് റിസൾട്ട് ഇല്ലാത്ത അവസ്ഥയ്ക്ക് അറുതി വരുവാൻ പോകുക. പരാജയത്തിൻ്റെ അവസ്ഥയ്ക്ക് അറുതി വരുവാൻ പോകുക. മദ്യത്തിലും മയക്കുമരുന്നിലും പിടിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയ്ക്ക് അറുതി വരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ആമേൻ. ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന് തോന്നും വിധത്തിൽ എന്നും രോഗം, എന്നും കഷ്ടം, എന്ന് അയ്യോ, ആ അവസ്ഥയ്ക്ക് കർത്താവ് സൗഖ്യം കൊണ്ട് അറുതി വരുത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്ന കൃപയ്ക്കായി തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും വല്ലപ്പോഴും പ്രാർത്ഥിച്ചാലായി, വല്ലപ്പോഴും ആരാധിച്ചാലായി. അല്ല അല്ല അല്ല, നീ ഒരു പ്രാർത്ഥനാ മനുഷ്യയാണ്. നിനക്കതറിയാം. പ്രാർത്ഥനയില്ലെങ്കിൽ നിനക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഓ താങ്ക് ഗോഡ്. നിന്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നിന്റെ പ്രാർത്ഥനയാ സഹോദരി. നിന്നെക്കുറിച്ചാ സഹോദര, നിന്നെക്കുറിച്ച്. അതെ, നീ അவ்விധത്തിൽ തന്നെ പ്രാർത്ഥനയിലെ ദാരിദ്ര്യം മാറി പ്രാർത്ഥനയിൽ നീ വിശാലത അനുഭവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ എല്ലാ ഇല്ലായ്മകളും, ആ ബിസിനസ്സിലെ ഇല്ലായ്മകൾ, സ്തോത്രം, അത് മുഖാന്തരം കടന്നു വന്ന കടം, ആ ശുശ്രൂഷയിലെ ദാരിദ്ര്യം, ഞെരുക്കത്തിൻ്റെ അവസ്ഥ, അത് മുഖാന്തരമായിരിക്കുന്നു. അയ്യോ, ആ കഷ്ടതയ്ക്ക് കർത്താവ് അറുതി വരുത്തുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ഇല്ലായ്മയ്ക്കും കർത്താവിന് അറുതി വരുത്തുക. റെഡിയാണോ? ആ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ അവൻ്റെ വാക്കിന് നോ പറയാതെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതും. അനുഗ്രഹമായെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേര് ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഞങ്ങളുടെ കോൺടാക്റ്റുകൾ കൈമാറിക്കൊണ്ട് പ്രൈസർ ഫാമിലിയുമായി ചേർത്ത് നിർത്തുക. ബാധിക്കപ്പെട്ടവരെ വിടുവിക്കുന്ന ഒരു ദൈവം
പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി. അതേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രവർത്തിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രാർത്ഥനയാലും ഉപവാസത്താലും വിട്ടുമാറേണ്ട പലതും ഞെരുക്കമായി ഇല്ലായ്മകളായി നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി എല്ലാ മാസത്തിൻ്റെയും അവസാന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആയിരിക്കുന്നു. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. പ്രാർത്ഥിക്കുവാൻ കൂടെ കൂടുക മാത്രമല്ല, ഞങ്ങളുടെ മിഷണറി പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാനും നിങ്ങൾക്ക് അതിലൂടെ അവസരമുണ്ട്. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ജോയിൻ ചെയ്യിപ്പിക്കാം. ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് വൻ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യും നിശ്ചയം. എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ വിശുദ്ധ സഭാരാധന പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലൈവായി വീക്ഷിക്കുവാൻ കഴിയും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതെ ആയിരിക്കുന്നുവെങ്കിൽ, അതുപോലെ നിങ്ങളൊരു ആലയത്തിൽ കടന്നു പോകുന്നില്ല എങ്കിൽ നിശ്ചയമായി പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കണ്ണടച്ചോ. വിശ്വാസ കർത്താവെ നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന ഈ നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അടിയൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ഉറക്കമില്ലായ്മകൾ, ഡിപ്രഷനുകൾ, അപ്പോൾ ഉറങ്ങുവാൻ കഴിയാതെ വേദന അനുഭവിക്കുന്ന ചില രോഗങ്ങൾ, ജോയിൻ പെയിനുകൾ, സ്തോത്രം, ജോയിന്റുകൾ തെറ്റിപ്പോകുന്ന അവസ്ഥ, കരം വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. താങ്ക് ഗോഡ്. കർത്താവ് ചിലരെ സൗഖ്യമാക്കിയ ആ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കിയ, ഉദരത്തിലെ രോഗിയാണെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ ആ കുഞ്ഞിനെ, സഹോദരി ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ കർത്താവ് സൗഖ്യമാക്കി. അത് കിട്ടത്തില്ല എന്ന് ഒത്തിരി ഇഞ്ചക്ഷനാണ് അതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അതിനെ ഉദരത്തിൽ നിന്ന് പുറത്തു പോയിപ്പിക്കുമെന്ന് വാദിക്കുന്ന പൈശാചിക മണ്ഡലം യേശുവിൻ നാമത്തിൽ അത് തകർക്കപ്പെടുക. സ്തോത്രം. പ്രാർത്ഥിച്ചാട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകുക, വഴികൾ തുറക്കപ്പെടുക, എല്ലാ തടസ്സങ്ങളും മാറുക. താങ്ക് ഗോഡ്. അപ്പോൾ ഇവർക്ക് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിച്ചാട്ടെ. ഇവരുടെ ശത്രു ലജ്ജിച്ചു പോകട്ടെ. എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറട്ടെ. സ്തോത്രം. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ഇവരുടെ നന്മകളുടെ മേലുള്ള എല്ലാ അവകാശവാദങ്ങളും അഴിഞ്ഞു മാറട്ടെ. തലമുറകളുടെ മേലുള്ള അവകാശവാദം അഴിഞ്ഞു മാറട്ടെ. ആരോഗ്യത്തിന് മേലുള്ള അവകാശവാദങ്ങൾ അഴിഞ്ഞു മാറട്ടെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ എല്ലാ അവകാശവാദങ്ങളും വിട്ടുമാറട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് മേലുള്ള അവരുടെ ഭാവി സ്വപ്നങ്ങളുടെ മേലുള്ള കടന്നുകയറ്റങ്ങൾ അഴിഞ്ഞു മാറട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. നല്ല അഡ്മിഷനുകൾ ലഭിക്കട്ടെ. പഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. താങ്ക് ഗോഡ്. അങ്ങ് കൂടിയിരിക്കണമേ കർത്താവ്. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ വർദ്ധിച്ചു വരട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവം മാറട്ടെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സംശയരോഗങ്ങൾ മാറട്ടെ. തർക്കങ്ങൾ മാറട്ടെ. കുടുംബങ്ങൾക്കകത്തുള്ള സ്വരച്ചേർച്ചയില്ലായ്മ മാറട്ടെ. മറ്റ് വ്യക്തികളുടെ ഇടപെടലുകൾ മുഖാന്തരമുള്ള കലഹങ്ങൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കുത്തുകൾ വിട്ടുപോ. സ്വന്തം ഭവനം എന്ന വാക്തത്വത്തിലേക്ക് ഇവർ നടന്നു കയറട്ടെ. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ. സ്തോത്രം. ബിസിനസ്സുകൾ, വലുത് ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയിട്ട് നന്മ അനുഭവിക്കുവാൻ കഴിയാതെ ഞെരുങ്ങുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിന് ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.